നമ്മൾ മനുഷ്യന്മാര് ഭാവിയെ ഓർത്തിട്ട് എപ്പോഴും ഭയങ്കര ടെൻസ്ഡ് ആണ് അല്ലെ. അതായത് എന്റെ ബിസിനസ് റെഡി ആവോ, അതിൽ ഞാൻ സക്സസ് ആവോ, എങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്ക് ജീവിക്കുക, അതുപോലെ തന്നെ പ്രപ്പോസൽ റെഡി ആവോ, ജോലി റെഡി ആവോ, എക്സാമിന് പാസ്സാവോ, എനിക്കൊരു കരിയർ ഉണ്ടായിരിക്കുമോ, എനിക്കൊരു ലക്ഷറി ലൈഫ് ജീവിക്കാൻ പറ്റുമോ. ഇങ്ങനെ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് നമ്മൾ എത്രയോ രാത്രികളും പകലുകളും വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും, ടെൻസ്ഡ് ആവുന്നുണ്ടായിരിക്കും, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത നാളെയെ ഓർത്ത് നമ്മളെ ഭാവിയെ ഓർത്തിട്ട് നമ്മൾ ഇങ്ങനെ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്തിട്ട് മനസമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ദുനിയ വിസസ് ആഹിറ. ഞാൻ അടക്കമുള്ള എല്ലാവരും ചിന്തിച്ചിട്ടുള്ളത് ദുനിയാവ് എന്ന് പറയുന്നത് സ്വർഗ്ഗമാണെന്നുള്ളതാണ്. ഇവിടെ ഭയങ്കര സന്തോഷം, ഭയങ്കര ലക്ഷറി ലൈഫ്, നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ദുനിയാവിൽ നേടണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അള്ളാഹു എന്തിനാ നമ്മളെ ശരിക്കും ദുനിയാവിലേക്ക് പറഞ്ഞയച്ചതെന്ന് അറിയാമോ? ദുനിയാവ് ശരിക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം മാത്രം തരുന്ന ഒരു സ്ഥലമല്ല. ശരിക്കും പഠിച്ചവൻ ഇങ്ങോട്ടേക്ക് അയച്ചത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സങ്കടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ഈ ഒരു ദുനിയാവിനെ നമ്മൾ സ്വർഗമായിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ ഫുൾ ഹാപ്പിനെസ് വേണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മളെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ഓതുന്ന ഒരു ആയത്തുണ്ട്, മുൽക്ക്. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദി ഹലക്കൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും ഒക്കെ പഠിച്ചുണ്ടാക്കിയിട്ടുള്ളത് നമ്മളിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാല് ആ ചോദ്യ പേപ്പർ കണ്ടിട്ട് നമ്മൾ ബേജാറായിട്ട് കാര്യമുണ്ടോ, ടെൻസ്ഡ് ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളുടെ ആ ഒരു പ്രശ്നത്തിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹു ദുനിയാവ് ഉണ്ടാക്കിയത് തന്നെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നല്ലവരാര് ചീത്തതാര്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തവക്കുലാക്കി ജീവിക്കുന്നത് ആര് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ദുനിയാവിലേക്ക് അയച്ചത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓവർ തിങ്ക് ചെയ്യും. ഈ ഒരു ദുനിയാവ് എല്ലാം ഓക്കെ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, എനിക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, പരീക്ഷണങ്ങളോ ദുഃഖങ്ങളോ ഒന്നും പാടില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആക്ച്വൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ദുനിയാവെന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഇവിടെ പഠിച്ചവൻ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് പരീക്ഷിക്കാനാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എനിക്ക് എന്തിനാണ് ഇങ്ങനെ, എന്നെ മാത്രം എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇച്ച് ആൻഡ് എവ്രി ആൾക്കാരെ ഈ ഒരു ഭൂമിയിലേക്ക് അയച്ചത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതല്ല, എന്നെ എന്തിനാ അങ്ങനെ പരീക്ഷിക്കുന്നത് എന്നുള്ളതല്ല നമ്മൾ അവിടെ ആലോചിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ എന്നെ ഇട്ടു, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് അള്ളാഹിന്റെ മാർഗത്തിൽ പുറത്തു വരിക, അള്ളാഹ് എന്നെ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൽ നിന്ന് കാര്യങ്ങളെ ഉൾക്കൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ എന്നെ എന്തിനാ അങ്ങനെ പരീക്ഷിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുകയല്ല വേണ്ടത്. കാരണം ഈ ഒരു ദുനിയാവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് തവക്കുൽ എന്താണ് ശരിക്കും ഒന്ന് ഡിഫൈൻ ചെയ്യണം. എന്താണ് ശരിക്കും തവക്കുല്? ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഒന്നും ചെയ്യാതെ വെറുതെ അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്തിങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. തവക്കുൽ എന്താണെന്നുള്ളത് നമുക്ക് നബി പറഞ്ഞതിലൂടെ ഒന്ന് നോക്കാം. നബിയോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ, ഞാൻ എന്റെ ഒട്ടകത്തെ ഇവിടെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണോ, അല്ലെങ്കിൽ കെട്ടിയിടാതെ അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്യണോ എന്നുള്ളത്. സമയത്ത് നബി തങ്ങൾ പറഞ്ഞ മറുപടി നമ്മളെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമാണ്. അതായത് ടൈ യുവർ ക്യാമൽ, ദെൻ ട്രസ്റ്റ് അള്ളാഹ്. അതായത് ഒട്ടകത്തെ കെട്ടിയിടുക, ദെൻ അള്ളാഹുലേക്ക് ട്രസ്റ്റ് ചെയ്യുക. അതന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ 100% കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ദെൻ അതിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് തരുന്നത് അള്ളാഹു ആണ്. അവനിലേക്ക് തവക്കുൽ ചെയ്യുക. ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഇസ്. ഓക്കെ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആൻഡ് ക്ലോസ്ഡ് ഡോർ ആണ്. അതായത് അമിതമായിട്ട് ചിന്തിച്ച് മനസ്സൊക്കെ വിഷമിച്ച് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പടച്ച തമ്പുരാന്റെ ജോലിയായിട്ടുള്ള തീരുമാനം എടുക്കൽ എന്നുള്ള കാര്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ്. അതായത് അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ ചെയ്യും, ഇത് ചെയ്തു കഴിഞ്ഞാൽ റെഡി ആവുമോ, എന്തായിരിക്കും ഇതിന്റെ ലാസ്റ്റ് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ വെറീഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തും ആവട്ടെ, അത് പ്രപ്പോസൽ, കല്യാണം നടക്കാത്തതാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാത്തതാവട്ടെ, ഇങ്ങനെ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യുന്നത് അള്ളാഹുവിനെ സ്തുതിക്കാണ്. കാരണം നമുക്ക് ആ ഡോറിന്റെ അപ്പുറത്ത് എന്താണ് എന്നുള്ളത് അറിയില്ല. അതിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ആരാണ്? ക്രിയേറ്റർ ആയിട്ടുള്ള അള്ളാഹു ആണ്. അവൻ അറിയാം എന്ത് എപ്പോ എങ്ങനെ നമുക്ക് തരണം എന്നുള്ളത്. നമ്മൾ അത് ആലോചിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. ആ ഡോർ നിങ്ങളെ മുമ്പിൽ തുറക്കുന്നില്ല, അത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകില് നമുക്ക് വിപത്തായിട്ടുള്ള, നമ്മളെ തകർക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. അത് അള്ളാഹു ബ്ലോക്ക് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അള്ളാഹു ആണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അവനറിയാം കറക്റ്റ് എന്ത് എപ്പോ തരണം എന്നുള്ളത്. അവന്റെ ടൈമിങ്ങിൽ ട്രസ്റ്റ് ചെയ്യുക, അവന്റെ പ്ലാനിങ്ങിൽ ട്രസ്റ്റ് ചെയ്യുക, അവന്റെ റിസൾട്ടിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ പക്ഷികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എംപ്റ്റി സ്റ്റമക്ക് ആയിട്ട് അവര് കൂട് വിട്ട് ഇറങ്ങുകയാണ്. അത് തീറ്റ തേടി
അത് ഹാർഡ് വർക്ക് ചെയ്ത് എത്ര ദൂരം പോകണോ അത്രയും ദൂരം പോയി അതിന്റെ വയറ് നിറച്ച് തിരിച്ച് ഈവനിങ് ആവുമ്പോൾ അതിന്റെ കൂടുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷികൾക്ക് ബാങ്ക് ബാലൻസോ സ്റ്റോറേജോ ഫ്രിഡ്ജോ ഒന്നുമില്ല. അവര് 100% അള്ളാഹുവിലേക്ക് തവക്കുലിയാണ്. അവർക്ക് നാളെയെ കുറിച്ചോ മറ്റന്നാളത്തെ കുറിച്ചോ ഒന്നും ആലോചിച്ചിട്ട് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് ഇന്ന് അള്ളാഹു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെയും അള്ളാഹു പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ദുനിയാവില് അള്ളാഹു ആരെയൊക്കെ ഇങ്ങോട്ടേക്ക് അയച്ചു, അത് നമ്മൾ മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഏതൊരു ചെറിയ ലിവിങ് ഓർഗാനിസം ആണെന്നുണ്ടെങ്കിലും അള്ളാഹു ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അത് അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അള്ളാഹുലേക്ക് സത്യം ചെയ്ത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടുത്തെ കാര്യത്തിൽ ബേജാറാകണ്ട, എന്നിലേക്ക് തവക്കുൽ ചെയ്യുക, നിങ്ങൾക്കുള്ള എല്ലാ കാര്യവും എന്റെ അടുത്തുണ്ട്, അത് ഞാൻ തരും എന്നുള്ളത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്. പക്ഷെ അള്ളാഹു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ദുനിയാവ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷെ ആഹിറ ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അവിടേക്കുള്ള ആഹിറത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഇവിടുന്ന് ദുനിയാവിന്ന് ഉണ്ടാക്കിയിട്ട് പോകണം എന്നുള്ളത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നതോ നാളെ എന്താകും മറ്റന്നാൾ എന്താകും അതിന്റെ പിറ്റേന്ന് എന്താകും എന്ന് ആലോചിച്ചിട്ട് ടെൻസ്ഡ് ആവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ അതിന്റെ ട്രാജഡി എന്ന് പറയുന്നത് ഇവിടെയുള്ള റിസ്ക് അള്ളാഹു ഓൾറെഡി നമ്മളിലേക്ക് കമ്മിറ്റ് ചെയ്തതാണ്, അള്ളാഹു സത്യം ചെയ്തതാണ്. നമുക്ക് ആഹിറത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഉണ്ടാക്കേണ്ടത്. അതിലേക്ക് ആരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാണ് ചെയ്യുന്നത്. അള്ളാഹുലേക്ക് തവക്കൽ ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ബെസ്റ്റ് ഉദാഹരണം മൂസാ നബി അലൈഹി സ്വലാമാണ്. അദ്ദേഹത്തിന്റെ ഇൻസിഡന്റ് എല്ലാവർക്കും അറിയാലോ. മുന്നില് ആർത്തലയ്ക്കുന്ന ചെങ്കടലാണുള്ളത്. മുന്നിലാണെന്നുണ്ടെങ്കിൽ ഫിറഔനും കൂട്ടരുമാണ് അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. സോ അദ്ദേഹത്തിന് മുന്നോട്ടും പോകാൻ പറ്റില്ല, പിന്നോട്ടും പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു, ദിസ് ഇസ് ഇറ്റ്, ഇത് നമ്മുടെ അന്ത്യമാണ്, ഇനി നമുക്കൊരു എന്തില്ല, രക്ഷയില്ല, നമ്മൾ പെട്ട് എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞത്. ഒരു സാധാരണ മനുഷ്യന്റെ യുക്തി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ അള്ളാഹുലേക്ക് തവക്കൽ ചെയ്ത മൂസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞതെന്ന് അറിയാമോ? തീർച്ചയായിട്ടും എന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്റെ റബ്ബ് എന്നെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും രക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ട്രസ്റ്റ്, ഈ ഒരു തവക്കുലാണ് നമുക്ക് ആവശ്യം. നമുക്കെല്ലാവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, പല വാതിലുകളും അടഞ്ഞിട്ടുണ്ടായിരിക്കും, നമുക്ക് മുന്നോട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ അറിയാത്ത സിറ്റുവേഷനുകൾ ഉണ്ടായിരിക്കും, അല്ലെ? കടല് പിളർത്തി മൂസാ നബി അലൈഹി സ്വലാമിന് വഴി കാണിച്ചു കൊടുത്ത നമ്മളുടെ റബ്ബ് നമ്മളെ പ്രശ്നത്തിനും അള്ളാഹു ഒരു വഴി കാണിച്ചു തരും, അവന്റെ മാർഗത്തിൽ അവനിലേക്ക് ട്രസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളിൽ നിന്ന് അൽഹംദുലില്ലാ എന്നുള്ള വാക്കാണ് ആദ്യം വരേണ്ടത്. കാരണം സമയത്ത് ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരില്ല, പക്ഷെ നമ്മൾ അത് കുറച്ച് സമയം അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്ത് വെയിറ്റ് ചെയ്ത് സബർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും 10 ഇരട്ടി ഹൈറായിട്ട് അള്ളാഹു അത് നമുക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും. ഈ വീഡിയോന്റെ കൺക്ലൂഷനിൽ എനിക്ക് പറയാനുള്ളത്, ദുനിയാവ് എന്ന് പറയുന്നത് അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി അയച്ച സ്ഥലമാണ്. നമുക്ക് തന്ന പരീക്ഷണങ്ങളെ എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ 100% നമ്മൾ എടുത്ത് നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ശേഷം എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ക്രിയേറ്റർ ഉണ്ടല്ലോ, അവനിലേക്ക് നിങ്ങൾ തവക്കുൽ ചെയ്യുക. അത് നിങ്ങൾക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിലും പ്രതികൂലമാണെന്നുണ്ടെങ്കിലും അവനിലേക്ക് തവക്കുൽ ചെയ്യുക. ആ ഡോറിനപ്പുറത്ത് നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് അൾട്ടിമേറ്റ് പ്ലാനർ ആയിട്ടുള്ള അള്ളാഹുവിനാണ് അറിയാം. അത് അവൻ എനിക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് എനിക്ക് അതിന്റെ 10x തിരിച്ചു തരും എന്നുള്ളത് ആലോചിക്കാം. പക്ഷികൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ അവരുടെ റിസ്കിനെ അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്തതുപോലെ നമ്മളും നമ്മളെ നാളെയെ ഓർത്തിട്ട് ഓവർ തിങ്ക് ചെയ്യാതെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കാം. ഇന്ന് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാലഞ്ച് തരാം. ജീവിതത്തിൽ എന്താണോ പ്രശ്നമുള്ളത്, അത് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം എടുക്കുക. 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മനസ്സിരുത്തിയിട്ട് പഠിച്ചോണ്ട് ദുആ ചെയ്യുക. ശേഷം അതിന്റെ ഔട്ട്കം അല്ലേ, അത് നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അത് നിങ്ങൾക്ക് തിന്മയാണെന്നുണ്ടെങ്കിൽ ആ ദുആ ചിലപ്പം കുറച്ച് ഡിലേ ആയെന്ന് വരും, പക്ഷെ അൾട്ടിമേറ്റ്ലി അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. സോ ഇന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ അള്ളാഹുലേക്ക് പൂർണ്ണമായിട്ടും തവക്കുൽ ചെയ്യുക. So that's it for today's video. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.